ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വീണ്ടും സൈലം PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നൊബേൽ പ്രൈസ്. നിങ്ങൾക്കറിയാം, ഒരു വർഷത്തിൽ 6 വിഷയങ്ങൾക്കുള്ള നൊബേൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരും ആ സബ്ജക്റ്റും ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും നൊബേൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്, ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട്, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് തരുമോ, ഇങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് തരുമോ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്, നൊബേൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ അത് പരസ്പരം കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഒരു കണക്റ്റിംഗ് വീഡിയോ ചെയ്യാറുണ്ട്. സോ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ നൊബേൽ പ്രൈസ് വിന്നേഴ്സിനെയും ഈ ഒരൊറ്റ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം 2022 ഏത് നൊബേൽ പ്രൈസുകൾ അന്ന് ചെയ്തത് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആ കണക്ഷനോട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വരാനിരിക്കുന്ന ഭാവിയിലെ പരീക്ഷകളിൽ 2023 നൊബേൽ പ്രൈസ് വന്നാലും ഒരു കുഴപ്പമില്ല. 2023 നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഞാൻ സെറ്റ് ആക്കിയിരിക്കും എന്നുള്ളത് ഉറപ്പ്. സോ നമുക്ക് ആദ്യം ഇത് നോക്കാം. രസതന്ത്രം 3 ആളുകളാണ് ഈ വർഷം എന്ത് ചെയ്തത്, പങ്കിട്ടെടുത്തത്. ഒന്ന് ലൂയിസ് എ ബ്രൂസ്, രണ്ടാമത്തത് മൗഗി ജി ബവേണ്ടി, മൂന്നാമത്തത് അലക്സി ഐ ഇക്കിമോവ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ട്രാൻസ്ലേഷനിൽ പലതിലും കാണാറുണ്ട്. എന്തായാലും എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക, 3 ആളും അമേരിക്കക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ തന്നെ എന്ത് പേരാണിത്, വൃത്തിയായിട്ട് പേര്, ഇതൊക്കെ എങ്ങനെ കൂടെ കാണാപ്പാടം പഠിക്കാനാണ് എന്നുള്ളൊരു ലെവലിലേക്കൊക്കെ എന്ത് ചെയ്തേക്കാം, തോന്നിയേക്കാം. ഇതെന്തിനു വേണ്ടിയിട്ടാ, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനും. അപ്പോൾ അവിടെ നമ്മൾ ഏത് ടേം ഓർത്തിരിക്കുക, ക്വാണ്ടം ഡോട്ടുകൾ എന്നുള്ള ആ ഒരു ടേം ജസ്റ്റ് അവിടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പം 3 ആളുടെയും പേര് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് മൈൻഡിലേക്ക് കയറ്റാം. നമുക്ക് പകുതി പേര് മതി. ബ്രൂസ് എന്നുള്ള പേരും ബവേണ്ടി എന്നുള്ള പേരും മൂന്നാമത്തെ ഇക്കിമോവ് എന്നുള്ള പേരും. സോ ഈ 3 പേരും കൂടെ നമുക്ക് ചേർത്തിട്ട് എന്ത് ചെയ്യാം, ബ്രോസ് വണ്ടി ഒന്ന് തരുമോ, ഇക്ക് മൂവി കാണാൻ പോവാനാണ് എന്ന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ബ്രൂസ് എന്നുള്ള പേര് ഓർക്കാം, ബവേണ്ടി എന്നുള്ളത് വണ്ടി എന്നുള്ളതിൽ ഓർത്തിരിക്കാം, ഇക്ക് മൂവി കാണാനാണ് എന്നുള്ളതിൽ ഇക്കിമോവ് എന്നുള്ള പേരും അവിടെ എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. ഇനി ഏതാ മൂവി, രസതന്ത്രം എന്ന മൂവി എന്ന് ഓർത്താൽ ബാക്കി ഫിസിക്സ് എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്കണോമിക്സ് എന്നോ അങ്ങനെയൊന്നും മൂവിക്ക് പേരില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന 3 ആളുകൾക്ക് ഏത് വിഷയത്തിനാണ് നൊബേൽ സമ്മാനം കിട്ടിയെന്ന് ഓർക്കാൻ വളരെ എളുപ്പമാണ്. മൂവിയുടെ പേരുള്ള ഒരു വിഷയമുള്ളൂ, അത് രസതന്ത്രം. സോ നമ്മളിങ്ങനെ ഓർത്താൽ മതി, എന്ത്, 2 ആളുടെ ബൈക്ക്, 2 ആൾ ബൈക്കിലിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചോദിക്കണം, ബ്രോസ് വണ്ടി ഒന്ന് തരുമോ, എനിക്ക് മൂവി കാണാൻ പോകാനാണ്, കണ്ടിട്ട് തരാം എന്നുള്ളതും കൂടെ, കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു തരാം എന്നുള്ളത്, കണ്ടിട്ട് തരാം എന്നുള്ളതും കൂടെ ആവുമ്പോൾ എന്തായി, കണ്ടിട്ട് എന്നുള്ളത് ക്വാണ്ടം ഡോട്ട് എന്നുള്ളതുമായി. അപ്പം അതും നിങ്ങൾക്ക് ഓർത്തിരിക്കാം, ഏതാണ് വിഷയം എന്നുള്ളതും. ബ്രോസ് ബവേണ്ടി ഇക്കിമോവ്, ബ്രോസ് വണ്ടി ഒന്ന് തരുമോ, ഇക്കി മൂവി കാണാൻ പോകാനാണ്, കണ്ടിട്ട് തരാം, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനും. സോ കെമിസ്ട്രി പഠിച്ചു എന്ന് വിചാരിക്കുന്നു. രസതന്ത്രത്തിലെ നൊബേൽ പ്രൈസ് വിന്നേഴ്സാണ് നമ്മൾ പറഞ്ഞത്, 3 പേരും അമേരിക്കക്കാരാണ്. സോ അടുത്തതിലേക്ക് പോവാം. വൈദ്യശാസ്ത്രം, മെഡിസിനിൽ അല്ലെങ്കിൽ ഫിസിയോളജി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഫിസിയോളജി, മെഡിസിൻ, വൈദ്യശാസ്ത്രം. കാറ്റലിൻ കാരിക്കോ ഹംഗറിക്കാരനാണ് ബേസിക്കലി, പക്ഷേ അയാൾ ഇപ്പോൾ ഇത് നേടുമ്പോൾ US കാരനാണ്, പക്ഷെ ബേസിക്കലി ആരാണ്, ഹംഗറിക്കാരനാണ്. അപ്പം കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ, 2 പേരാണ് വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം ഈ വർഷം പങ്കിട്ടിട്ടുള്ളത്. COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് എന്ത് ചെയ്തത്, ഇപ്രാവശ്യം വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം കാരിക്കോയും വെയ്സ്മാനും കരസ്ഥമാക്കിയത്. അപ്പം നമുക്ക് അവിടെ എന്തൊക്കെ ഓർത്തിരിക്കണം, കാരിക്കോ എന്നുള്ള പേര് ഓർത്തിരിക്കണം, രണ്ടാമത് വെയ്സ്മാൻ എന്നുള്ളതും ഓർത്തിരിക്കണം, മൂന്നാമത് mRNA വാക്സിനുകൾ, അതായത് നമുക്ക് COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമായ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങൾ കുറിച്ച് കണ്ടെത്തിയത് എന്നുള്ളതും ഓർത്തിരിക്കണം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ മിക്കവാറും ഈ ക്ലിനിക്കുകളിലേക്കൊക്കെ ഒരു
വൈദ്യപരിശോധനക്ക്, അതായത് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് നമ്മളൊരു ഫിസിയോൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളോട് അവിടെ ഇപ്പം തുടങ്ങിയിട്ടുള്ള ഒരു ട്രെൻഡാണ് ഏതെന്ന് പറയുന്നത്, തൊട്ടടുത്ത് തന്നെ എന്ത് വെച്ചിട്ടുണ്ടാവും, വെയിറ്റ് നോക്കാനുള്ള ആ ഒരു മെഷീൻ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളോട് പറയും കേറിക്കെ വെയിറ്റ് നോക്കട്ടെ എന്ന്. സോ നിങ്ങൾ കേറിക്കോ വെയിറ്റ് നോക്കട്ടെ മിസ്റ്റർ എന്നുള്ളതിൽ തന്നെ കാരിക്കോ എന്നുള്ള പേര് നിങ്ങൾക്ക് കേറിക്കോ എന്നുള്ളതിൽ ഓർത്തിരിക്കാം. വെയിറ്റ് നോക്കട്ടെ മാൻ എന്നുള്ളതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെയ്സ് മാൻ എന്നുള്ള പേരും എന്ത് ചെയ്യാം അവിടെ തന്നെ ഓർത്തിരിക്കാം. ഇവിടെ മിസ്റ്റർ എന്നുള്ളത് എന്താ, mRNA എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മിസ്റ്ററും കൂടെ എന്ത് ചെയ്തത് അങ്ങോട്ടേക്ക് ചേർത്ത്. സോ 2 പേരാണ് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ഫിസിയോളജി മെഡിസിനിൽ നൊബേൽ പുരസ്കാരം കരസ്ഥമാക്കിയത്. കാരിക്കോ, വെയ്സ്മാൻ. അവിടെ ഏത് ഓർത്തിരിക്കണം, mRNA എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമായ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്ക്. സോ ഫിസിയോൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കേറിക്കോ വെയിറ്റ് നോക്കട്ടെ എന്നുള്ളത് മാത്രം ഓർത്താൽ ഫിസിയോളജി, കാരിക്കോ, വെയ്സ്മാൻ എന്നുള്ളത് എന്ത് ചെയ്യും, അതും അവിടെ കിട്ടും. സോ ഇപ്പോൾ കെമിസ്ട്രിയും പഠിച്ചു, ഇപ്പുറത്ത് മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജി അല്ലെങ്കിൽ വൈദ്യശാസ്ത്രവും പഠിച്ചു. ഇനിയോ ഭൗതികശാസ്ത്രം ഫിസിക്സിൽ നൊബേൽ സമ്മാനം നേടിയ 3 ആളുകൾ പിയറി അഗോസ്റ്റിനി, ഫെറൻക് ക്രൗസ് ആൻഡ് എൽ ഹുലിയർ. 3 ആളുകളാണ്. നമുക്കവിടെ ഫുള്ള് പേരൊന്നും വേണ്ട. അഗോസ്റ്റിനി എന്നുള്ളത് ഒന്നെടുക്കാം, രണ്ടാമത്തത് ക്രൗസ് എന്നെടുക്കാം, മൂന്നാമത്തത് ആൻഡ് എൽ ഹുലിയർ എന്നുള്ളതിൽ തന്നെ ഹുലിയർ എന്നുള്ളത് എന്ത് ചെയ്യാം, ഹുലിയർ എന്നും എടുക്കാം. 3 ആളും വ്യത്യസ്ത രാജ്യങ്ങളാണ്. ആദ്യത്തെ ആള് അമേരിക്കക്കാരൻ, പിന്നെയോ ജർമ്മനിയാണ്, പിന്നെ സ്വീഡനാണ്. അപ്പോൾ US, ജർമ്മനി, സ്വീഡൻ രാജ്യങ്ങൾക്ക് അത്ര പ്രാധാന്യം ഇല്ല. ആളുകളെയും വിഷയവും അവർ നേടിയത് എന്തിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താ, ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിൻ്റെ പഠനത്തിനായി പ്രകാശത്തിൻ്റെ അറ്റോസെക്കൻഡ് പൾസുകൾ, ആ വേർഡാണ് നിങ്ങളവിടെ ഹൈലൈറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ടത്. അറ്റോസെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭൗതികശാസ്ത്രത്തിലെ നൊബേൽ പുരസ്കാരം കൊടുത്തത്. സോ ആരൊക്കെ ഓർത്തിരിക്കണം, അഗോസ്റ്റിനി, ക്രൗസ്, ഹുലിയർ, 3 ആളുകളെ അവിടെ ഓർത്തിരിക്കണം. ഇനിയോ എന്തിനാണ് എന്നുള്ളതും അറ്റോസെക്കൻഡ് പൾസുകൾ എന്നുള്ള ആ ഒരു വേർഡും അവിടെ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്ത് ഓർത്തിരിക്കണം. സോ ഇതെങ്ങനെ കണക്ട് ചെയ്യുക, ആ ഗോസ്റ്റിനെ കണ്ടാൽ കുരിശ് കാണിച്ച് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മതി. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഗോസ്റ്റിൻ്റെ മുമ്പിൽ പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഗോസ്റ്റ് എന്നുള്ളതിൽ തന്നെ അഗോസ്റ്റിനി എന്നുള്ളത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ തന്നെ ഓർത്തിരിക്കാം. ആ ഗോസ്റ്റിനെ എന്നുള്ളത് അങ്ങനെ വായിക്കാം. ആ ഗോസ്റ്റിനെ കണ്ടാൽ എന്ത് ചെയ്യണം, കുരിശ് കാണിച്ചാൽ മതി. കുരിശിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ക്രോസ് എന്നല്ലേ, അതന്നെയല്ലേ ആളുടെ പേര് ഇവിടെ, ക്രൗസ് എന്നല്ലേ പേര്. അപ്പോൾ ക്രോസ് എന്നുള്ളത് കുരിശാണ്. ആ ഗോസ്റ്റിനെ കണ്ടാൽ കുരിശ് കാണിച്ചിട്ട് എന്ത് പറയണം, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ സെക്കൻഡുകൾ കൊണ്ട് അറ്റാക്കും വരും, പൾസൊക്കെ നിലയ്ക്കുകയും ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഓർത്തിരിക്കാം, അറ്റോസെക്കൻഡ് എന്നുള്ളത് നമ്മളിപ്പുറത്ത് ആൾറെഡി പറഞ്ഞു. എന്തിനാണ് കിട്ടിയത്, അറ്റോസെക്കൻഡ് പൾസുകൾ എന്നുള്ളത് അവിടെ പറഞ്ഞില്ലേ. സോ സെക്കൻഡുകൾ കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അറ്റാക്കും വരും, പൾസൊക്കെ നിലയ്ക്കുകയും ചെയ്യും. അറ്റോസെക്കൻഡ് പൾസുകൾ. സോ എങ്ങനെ ഓർത്തിരുന്നാൽ മതി, ആ ഗോസ്റ്റിനെ കണ്ടാൽ കുരിശ് കാണിച്ച് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അറ്റാക്കും പൾസും വരും. എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്, അഗോസ്റ്റിനി, ക്രൗസ്, പിന്നെയോ ഹുലിയർ. ആ ആൻ എൽ ഹുലിയർ എന്നുള്ളത് ഹല്ലേലൂയ എന്നുള്ള ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുടെ പേര് കണ്ടോ ഇവിടെ, ആൻ എൽ ഹുലിയർ, ഹലേൽ ഹൂയ എന്നുള്ള ആ ഒരു ലെവലിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഗോസ്റ്റിനെ കണ്ടാൽ കുരിശ് കാണിച്ച് ഹല്ലേലൂയ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അറ്റാക്കും പൾസും ഒക്കെ നിലയ്ക്കലൊക്കെ ഉണ്ടാവും. അറ്റോസെക്കൻഡ് പൾസുകൾ എന്നുള്ളതും 3 പേരും എന്ത് ചെയ്യാം അവിടെ ഓർത്തിരിക്കാം. സോ കെമിസ്ട്രി പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു, ഫിസിയോളജി പഠിച്ചു. ഇപ്പോൾ ഏത് ചെയ്തു, ഫിസിക്സ് എന്നുള്ളത്. അതിവിടെ എന്ത് ചെയ്താൽ മതി, ഗോസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഭൗതിക ശക്തിയല്ലേ,
അപ്പോൾ ഗോസ്റ്റ് വരുന്നത് ഭൗതിക ശാസ്ത്രത്തിനാണ് നൊബേൽ സമ്മാനം എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഗോസ്റ്റ് ഭൗതിക ശക്തിയാണ് എന്നുള്ള ആ ഒരു ലെവലിൽ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം. നെക്സ്റ്റ് നമുക്ക് സമാധാനം. ഇനിയുള്ളതൊന്നും വലിയ റിസ്ക് ഇല്ല. സമാധാനം എന്ന് പറയുന്നത് നർഗീസ് മുഹമ്മദി ഇറാനിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്ക്. അപ്പം ഇറാനിയാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. നർഗീസ് മുഹമ്മദി എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, നർപീസ് മുഹമ്മദി എന്നുള്ള പേര് വായിച്ചാൽ മതി. അപ്പം അതിൽ തന്നെ പീസ് എന്നുള്ള സമാധാനം എന്ത് ചെയ്തു, അതിൽ തന്നെ കയറി വരും. സോ അവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നർഗീസ് എന്നുള്ളത് നർപീസ് എന്ന് വായിക്കാം. ഇനിയോ ഈ പറയുന്ന നർ എന്നെഴുതുന്നതിൽ തന്നെ റാൻ എന്നുള്ളത് തിരിച്ചിങ്ങോട്ടേക്ക് വായിക്കാം. ഇറാൻകാരിയാണ്, ഇറാനിലെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്കാണ് എന്നുള്ളത് ഓർക്കുക. സോ നർപീസ് മുഹമ്മദി എന്ന് വായിക്കുക സമാധാനത്തിലുള്ള നൊബേൽ. നർ എന്നുള്ളത് തിരിച്ചു വായിച്ചു കഴിഞ്ഞാൽ റാൻ എന്ന് വായിക്കാം, ഇറാൻ എന്നുള്ളത് അങ്ങനെയും എന്ത് ചെയ്യാം, അവിടെയും കാണാം. സോ സമാധാനം, പീസ് അവിടെ കഴിഞ്ഞു. ഇനി സാഹിത്യം. സാഹിത്യത്തിന് നൊബേൽ സമ്മാനം നേടിയത് നോർവേ ഓതറായിട്ടുള്ള ജോൺ ഫോസ് ആണ്. അപ്പോൾ ഈ ജോൺ ഫോസിൻ്റെ പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിൻ്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കും നൽകിയ സംഭാവനയ്ക്കാണ് എന്ത് കൊടുത്തത്, സാഹിത്യത്തിലുള്ള നൊബേൽ പുരസ്കാരം കൊടുത്തത്. സോ നോർവേ ഓതറാണ്, അയാൾ ജനിച്ചതും കാര്യങ്ങളൊക്കെ എന്താണ്, നോർവേക്കാരനാണ് എന്നുള്ളത്. അപ്പം നോർവീജിയൻ ഓതർ ആണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഫോസ് എന്നുള്ള പേര് നിങ്ങൾക്ക് നോർമലി അത്ര പരിചയമില്ലെങ്കിലും ഫോസിൽ എന്നുള്ളത് നിങ്ങൾ ആൾറെഡി കേട്ടിട്ടുള്ള വാക്കാണ്. അപ്പോൾ ഈ ഫോസും അതിലേക്ക് IL കൂടെ ചേർത്താൽ ഫോസിൽ എന്നുള്ള വാക്കായി. ELI തിരിച്ചു വായിച്ചാൽ ഇത് ലിറ്ററേച്ചർ ആണെന്ന് എന്ത് ചെയ്യാം, അതിൽ തന്നെ കാണാൻ പറ്റും. സോ സാഹിത്യത്തിനുള്ള ലിറ്ററേച്ചറിനുള്ള നൊബേൽ പുരസ്കാരം ആർക്കാണ്, ഫോസിനാണ്. അപ്പോൾ ഫോസിൽ എന്ന വാക്ക് ഓർത്താൽ അതിലത്തെ LI ലിറ്ററേച്ചർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ലിറ്ററേച്ചർ ഫോസിനാണ് എന്ന് അവിടെ തന്നെ എന്ത് ചെയ്യാം, അവിടെ തന്നെ കാണാം. അദ്ദേഹം നൂതനമായിട്ടുള്ള നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കും ഒക്കെ നൽകിയ സംഭാവനയ്ക്കാണ് എന്ത് കൊടുത്തത്, നൊബേൽ പ്രൈസ് കൊടുത്തത്. സോ അതും എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ഇനിയോ സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രം നമുക്ക് ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാൻ പറ്റും എന്ത്, ഈ പേര് കറക്റ്റ് മാച്ച് ആക്കിയ പോലെയുണ്ട്. അതായത് ഗോൾഡിന് കൂടിയാലേ സാമ്പത്തിക നിലയൊക്കെ ഭദ്രമാവുള്ളൂ എന്നുള്ള ലെവലാണല്ലോ. ഗോൾഡിന് കൂടിയാലേ സാമ്പത്തിക നില ഭദ്രമാവുള്ളൂ എന്നുള്ള ലെവലിൽ കണ്ടാൽ മതി. ഇതാ ഏത് രാജ്യക്കാരിയാ, US ആണ്. അതിൽ തന്നെ ഉണ്ട് ഉയർന്ന സാമ്പത്തിക നില. അപ്പൊ ഗോൾഡിന് കൂടിയാലേ ഉയർന്ന സാമ്പത്തിക നിലയാവുള്ളൂ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം. ഇനിയോ എന്തിനാണ് ഇത് കിട്ടിയത്, സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിന്. അത് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമല്ലേ. ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിപണി പിടിച്ചു നിൽക്കുന്നതന്നെ എന്തുകൊണ്ടാണ്, ഈ ഗോൾഡിൻ്റെ വിപണിയല്ലേ. അതങ്ങനെ തന്നെ കണ്ടാൽ മതി. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിന്. അപ്പോൾ ഈ സ്ത്രീകളുടെ തൊഴിൽ വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്കുള്ള പരസ്യങ്ങളൊക്കെ ഗോൾഡിൻ്റെ പരസ്യമല്ലേ. അപ്പോൾ സ്ത്രീകളുടെ തൊഴിൽ വിപണി ഗോൾഡുമായി ബന്ധപ്പെട്ടതാണ്. ഗോൾഡിന് കൂടിയാലേ ഉയർന്ന സാമ്പത്തിക നില ഉണ്ടാവുള്ളൂ US-കാരി എന്നുള്ള ആ ഒരു ലെവലിൽ US എന്നുള്ളതും എന്ത് ചെയ്യണം, ക്ലൗഡിയ ഗോൾഡിൻ എന്നുള്ള ആ ഒരു പേരോടെ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം സാമ്പത്തിക ശാസ്ത്രത്തിൽ. സോ ഇത്രയാണ് നമുക്ക് എന്ത് ആകെ ഓർത്തിരിക്കാനുള്ള ഇപ്രാവശ്യത്തെ നൊബേൽ പുരസ്കാര ജേതാക്കൾ. സോ 2023 നൊബേൽ പ്രൈസിലെ എല്ലാ വിന്നേഴ്സിനെയും അവിടെ എന്ത് ചെയ്തു, സെറ്റായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്